1925 മുതൽ കേരളക്കരയിൽ പ്രവർത്തിച്ചു വരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ചരിത്രത്തിൽ 1988 നവംബർ മാസം 19-ാം തീയതി ഒരു കരിദിനമായിരുന്നു. ആരാണതിന് കാരണക്കാർ? എപിയും കൂട്ടുകാരും പിരിഞ്ഞു പോകുമ്പോൾ ബഹുമാനപ്പെട്ടവർ എപിയോട്, അല്ലേ പി, എന്താ നിങ്ങൾ മിണ്ടാതെ പോണത്? ഏപ്പിന്താ മിണ്ടാതെ പോണത്? കൈ നീട്ടിക്കൊണ്ടാണ്. എപിക്ക് കൈ കൊടുക്കുന്നത് ആരാ? ശംസുൽ ഉലമ. എന്റെ അഭിപ്രായത്തിൽ ഈ അവസരത്തിൽ മുഷാവറയിൽ ബഹുമാനപ്പെട്ടവരെ ചോദ്യം ചെയ്തു ചില ആളുകൾ. അവർ ചോദിച്ചത് എങ്ങനെയാ? അബുൽ ഹസൻ അലീനബി തബ്ലീഗുകാരനല്ലേ, അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ സംബന്ധിച്ചത് തെറ്റല്ലേ, ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ മറുപടി നൽകി, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചാലല്ലേ മറുപടി പറയാൻ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് മറുപടി നൽകി. അവിടുത്തെ സ്വതസിദ്ധമായ ശൈലി. ഇവിടെ സുന്നികൾ സംഘടിപ്പിച്ച യോഗത്തിലാണ് ഞാൻ സംബന്ധിച്ചത്. മാത്രമല്ല, ഷാഫിക്ക് ഷാഫി മദ്ഹബ് അനുസരിച്ചും ഹനഫിക്ക് ഹനഫി മദ്ഹബ് അനുസരിച്ചും ചില നിശ്ചിത കാര്യങ്ങളിൽ വിധി നൽകണമെന്ന ആ ശരീഅത്താക്ട് സംരക്ഷിക്കേണ്ട ബാധ്യത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുള്ളതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വീക്ഷണത്തിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന മദ്ഹബ് അടിസ്ഥാനത്തിലുള്ള ശരീഅത്താക്ട് സംരക്ഷിക്കേണ്ട ഒന്നാമത്തെ ബാധ്യത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുള്ളതാണ്. ആ കാര്യത്തിൽ മറ്റുള്ളവർ സഹകരിച്ചു എങ്കിൽ ആ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല. ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചു. ചോദ്യകർത്താക്കൾ അടങ്ങി. അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട ഉള്ളാട്ടങ്ങൾ എഴുന്നേറ്റ് നിന്ന് രണ്ട് കൈയും പരത്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പ്രശ്നത്തിൽ ഇനി ശൈഖുനായ ആരും തന്നെ വിമർശിക്കരുത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പ്രശ്നം ചർച്ച ചെയ്തു, അതിന് മറുപടി നൽകി, അധ്യക്ഷൻ വിധിയും പ്രഖ്യാപിച്ചു, തീരുമാനമായി. അതായത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ശരീഅത്ത് സംരക്ഷണ ബോർഡിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച നടപടി സമസ്തയുടെ മുഷാവറ ശരിവെച്ചു എന്നർത്ഥം. പിറ്റേ ദിവസത്തിൽ ചന്ദ്രികയിൽ ആ റിപ്പോർട്ട് വന്നു. ശംസുൽ ഉലമയുടെ നടപടി മുഷാവറ ശരിവെച്ചു എന്ന റിപ്പോർട്ട്. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ബോംബെയിൽ നിന്ന് എപിയുടെ ഒരു പ്രസ്താവന സിറാജിൽ, അങ്ങനെ ഉണ്ടായിട്ടില്ല, സമസ്ത അത് ശരിവെച്ചിട്ടില്ല, ആ റിപ്പോർട്ട് തെറ്റാണ്. സുന്നത്ത് ജമാഅത്തിന്റെ അണികളിൽ പിളർപ്പ് കൂടുതൽ രൂക്ഷമാക്കാൻ മാത്രമേ ആ പ്രസ്താവന ഉപകരിച്ചുള്ളൂ. വേറെയും കുറെ കാര്യങ്ങളുണ്ട്, ഞാൻ നിർത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. മസ്ലഹത്തിന് വേണ്ടി പലരും ശ്രമിച്ചു. പക്ഷേ ആ ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടു. അവസാനം മലപ്പുറം ജില്ലാ ജംഇയ്യത്തുൽ ഉലമ ഒരു പ്രമേയം വഴി മസ്ലഹത്തിന് വേണ്ടി ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നേതാക്കളും പ്രവർത്തകന്മാരും ചില ശ്രമങ്ങൾ നടത്തി. പക്ഷേ അതൊന്നും തന്നെ വിജയിച്ചില്ല. ഞാൻ ചുരുക്കി വിവരിക്കുകയാണ്. അങ്ങനെ 1988 ഒക്ടോബർ മാസം 8-ാം തീയതി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ടവർ തന്നെ വിഷയം അവതരിപ്പിച്ചു. ഈ പിളർപ്പ് അവസാനിപ്പിക്കണം, അതിനെന്തുണ്ട് മാർഗം? എല്ലാവരും ആലോചിച്ചു. അവസാനം ഒരു തീരുമാനത്തിലെത്തി. 11 അംഗങ്ങൾ അടങ്ങുന്ന ഒരു മസ്ലഹത്ത് കമ്മിറ്റിക്ക് രൂപം നൽകി. ആരാണ് 11 അംഗങ്ങൾ? ഒന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, 2 സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങളുള്ള, 3 KV മുഹമ്മദ് മുസ്ലിയാർ, 4 AP അബൂബക്കർ മുസ്ലിയാർ, 5 MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ, 6 സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, 7 C സൈദറോസ് മുസ്ലിയാർ, 8 വിനീതനായ ഞാൻ, 9 KP ഉസ്മാൻ സാഹിബ്, 10 മുക്കം മോയി മോനാജി, 11 ചെമ്മാട് ഡോക്ടർ യു ബാപ്പുട്ടികൾ. ഇങ്ങനെ 11 അംഗങ്ങളടങ്ങുന്ന ഒരു മസ്ലഹത്ത് കമ്മിറ്റിക്ക് രൂപം നൽകി. അതിനുശേഷം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു,
നിങ്ങൾ 10 ആളുകൾ കൂടിച്ചേർന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു രൂപരേഖ തയ്യാറാക്കുക. അവസാനം ഞാനത് പരിശോധിക്കാം. വല്ല ഭേദഗതിയും വേണമെന്നുണ്ടെങ്കിൽ ആ ഭേദഗതി നിർദ്ദേശിക്കാം. അങ്ങനെ അത് നമുക്ക് മുശാവറയിൽ വെച്ച് തീരുമാനം കാണാം. ഇതെല്ലാവരും അംഗീകരിച്ചു. 1988 ഒക്ടോബർ മാസം 8-ാം തീയതി ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 3 ദിവസം ഞങ്ങൾ മസ്ലഹത്ത് യോഗം ചേർന്നു. 1988 ഒക്ടോബർ മാസം 22, 23, 27 എന്നീ 3 തീയതികളിൽ ആദ്യമായി ഞങ്ങൾ യോഗം ചേർന്ന അന്ന് KV മുഹമ്മദ് മുസ്ലിയാരുടെ ആമുഖ ഭാഷണത്തോടുകൂടിയാണ് സംഭാഷണം ആരംഭിച്ചത്. പക്ഷേ സിറാജിൽ മസ്ലഹത്തിന്റെ പേരിൽ നടന്നതെന്തെല്ലാം എന്ന തലക്കെട്ടിൽ AP തന്നെ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ ഇല്ലാത്ത കളവ് തന്നെ എഴുതിപ്പിടിച്ചിട്ടുണ്ട്. ഉള്ള കാര്യം പറഞ്ഞിട്ടുമില്ല. ഞങ്ങൾ ചർച്ച ചെയ്ത് തയ്യാറാക്കുന്ന രൂപരേഖ ബഹുമാനപ്പെട്ടവർക്ക് സമർപ്പിച്ച് അവിടുന്ന് നിർദ്ദേശിക്കുന്ന ഭേദഗതിയോട് കൂടി മുഷാവറക്ക് സമർപ്പിക്കുക എന്ന ഒന്നാമത്തെ തീരുമാനം തന്നെ സിറാജിലേക്ക് എഴുതിയിട്ടില്ല. അതിനെക്കുറിച്ച് ഒരു അക്ഷരം എഴുതിയിട്ടില്ല. ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച നടത്തിയ അവസാനം എറണാകുളത്ത് 2 സമ്മേളനം നിശ്ചയിക്കപ്പെട്ടിരുന്നു. ഒന്ന് സുന്നി യുവജന സംഘത്തിന്റെ സ്റ്റേറ്റ് സമ്മേളനം, മറ്റൊന്ന് മധ്യകേരള സുന്നി സമ്മേളനം. മധ്യകേരള സുന്നി സമ്മേളനം നമ്മുടെ സുന്നി പ്രവർത്തകന്മാർ തന്നെ സംഘടിപ്പിക്കുന്നു. സുന്നി യുവജന സംഘത്തിന്റെ സ്റ്റേറ്റ് സമ്മേളനം. ഇങ്ങനെ 2 സമ്മേളനം അവിടെ നടത്താൻ ചേരിയിൽ നിശ്ചയിക്കപ്പെട്ടു. ഇതിനെക്കുറിച്ചായി ചർച്ച. 2 സമ്മേളനം പാടില്ല, 2 സമ്മേളനം ഒന്നാകണം. അതിൽ 2 സമ്മേളനത്തിന്റെയും സ്വാഗത സംഘം പ്രതിനിധികളെ വിളിച്ച് ചർച്ച ചെയ്ത് സമ്മേളനം ഒന്നാക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് ഞങ്ങൾ അഭിപ്രായപ്പെട്ടു. മസ്ലഹത്തല്ലേ? അപ്പൊ 2 സമ്മേളനം ഒന്നാക്കുകയാണല്ലോ മസ്ലഹത്ത്. അതിന് 2 സമ്മേളനത്തിന്റെയും സ്വാഗത സംഘാംഗങ്ങളെ വിളിച്ചു വരുത്തി ആലോചിച്ച് വേണ്ടത് ചെയ്യുക എന്നാണ് ഞങ്ങൾ അഭിപ്രായപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ സമസ്ത ഓഫീസിന് താഴെ ഓഫീസിൽ ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ ചെന്നു. തങ്ങളുണ്ടായിരുന്നുള്ള ആൾ തങ്ങൾ എവിടെ എത്തി തങ്ങളെ നിങ്ങളുടെ ചർച്ച ബഹുമാനപ്പെട്ടവർ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ എഴുതി തയ്യാറാക്കിയ രൂപരേഖ അദ്ദേഹത്തിന്റെ മുമ്പിൽ വായിച്ചു കേൾപ്പിച്ചു. അദ്ദേഹം ചോദിച്ചു, എറണാകുളം സമ്മേളനത്തെ കുറിച്ച് എന്താ നിങ്ങളെടുത്ത തീരുമാനം? എന്തിനാ നമുക്ക് 2 സമ്മേളനം? ആ 2 സമ്മേളനം വേണ്ട. നാം യോജിക്കാൻ വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ആ 2 സമ്മേളനം നിർത്തിവെക്കുക, എന്നിട്ട് എല്ലാവരും കൂടി ഒരു സമ്മേളനം നടത്തുക. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. ഇത് പറഞ്ഞതോടുകൂടി ധിക്കാരപൂർവം AP പറഞ്ഞു, അത് സാധ്യമല്ല, ആ സമ്മേളനം നിർത്തിവെക്കാൻ സാധ്യമല്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അതിനെന്താണ് വൃത്തി, എല്ലാവരും അവരുടെ ഇഷ്ടം പോലെ ചെയ്യുക. പക്ഷേ അവിടെ കൂടിയിട്ടുള്ള ആളുകൾ പറഞ്ഞു അത് പറ്റുകയില്ല, ഒരു തീരുമാനത്തിലെത്താതെ ഇവിടെ പിരിഞ്ഞു പോകാൻ പറ്റുകയില്ല. AP പറഞ്ഞു, ആ സമ്മേളനം നിർത്തിവെക്കാൻ ഞാൻ പറയില്ല, MA അബ്ദുൽ ഖാദർ മുസ്ലിയാരും പറയില്ല, ഞങ്ങൾക്കത് പറയാൻ നിർവാഹമില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ പറയാം. അടുത്ത നവംബർ 3-ാം തീയതി 2 സമ്മേളനത്തിന്റെയും പ്രതിനിധികളെ ഇവിടേക്ക് ക്ഷണിക്കുക. അവരോട് ഞാൻ പറയാം ആ 2 സമ്മേളനവും നിർത്തിവെക്കണമെന്ന്. ബാപ്പുട്ടിയാജിയെ വിളിച്ചിട്ടോടെന്ന് പറഞ്ഞു, ബാപ്പുട്ടിയാജി നിങ്ങൾ അതിന് ഏർപ്പാട് ചെയ്യണം. പക്ഷെ അപ്പൊ തന്നെ ബഹുമാനപ്പെട്ടവർ AP-യോട് പറഞ്ഞു, AP അതിന്റെ പിന്നിൽ പോയിട്ട് കോരിട്ടിളക്കാതിരുന്നാൽ മതി. അതപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്. AP അതിന്റെ പിന്നിൽ പോയിട്ട് കോരിട്ടിളക്കാതിരുന്നാൽ മതി. അതപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്. AP അതിന്റെ പിന്നിൽ പോയി കോരിട്ടിളക്കാതിരുന്നാൽ മതി. അങ്ങനെ പിരിഞ്ഞു. ബാപ്പുട്ടിയാജിയും ഹൈദർസോ മുസ്ലിയാരും എറണാകുളത്ത് ചെന്നു. 2 സമ്മേളനത്തിലെയും പ്രതിനിധികളെ കണ്ടു. ഈ തീരുമാനം അറിയിച്ചു. നവംബർ 3-ാം തീയതി
അവർ കോഴിക്കോട് ഓഫീസിൽ വരാമെന്നും പറഞ്ഞു. പക്ഷേ സുന്നി യുവജന സംഘം സമ്മേളനത്തിന്റെ പ്രതിനിധികൾ പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്കാണ്, അവിടെ എത്തി വരുന്നുണ്ട്. അങ്ങനെ പിരിഞ്ഞുപോകും. ഈ 3-ാം തീയതി സുന്നി യുവജന സംഘം സമ്മേളനത്തിന്റെ പ്രതിനിധികൾ ആരും വന്നില്ല. AP വന്നില്ല, ME വന്നില്ല, ഉള്ളാം തങ്ങളും വന്നില്ല, സുന്നി യുവജന സംഘക്കാരും വന്നില്ല. മധ്യകേരള സുന്നി സമ്മേളനത്തിന്റെ ആളുകൾ മാത്രം വന്നു. അതുകൊണ്ട് ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയാതെ പിരിഞ്ഞു. എന്തുണ്ടായി? 6 മാസക്കാലമായിരുന്നു ഈ മസ്ലഹത്തിന് വേണ്ടി കളമൊരുക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ കളമൊരുങ്ങി മസ്ലഹത്ത് സംഭാഷണവും നടത്തി അവസാനം ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടി ഒരു കാര്യം തീരുമാനിച്ചു. നവംബർ 3-ാം തീയതി എല്ലാവരും എത്തിച്ചേരണമെന്ന് പറഞ്ഞു. പക്ഷേ APയുടെയും കൂട്ടുകാരുടെയും നിസ്സഹകരണം കാരണം മസ്ലഹത്ത് അലസിപ്പോയി. ഒന്നും തീരുമാനിക്കാൻ കഴിയാതെ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് നിരാശരായി എല്ലാവരും. അങ്ങനെ 988 നവംബർ മാസം 12-ാം തീയതി ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് യോഗം. ആ യോഗത്തിൽ വീണ്ടും ബഹുമാനപ്പെട്ടവർ വിഷയം അവതരിപ്പിച്ചു. നമുക്കിടയിലുള്ള പ്രശ്നം അവസാനിപ്പിക്കണ്ടേ? പിളർപ്പ് തുടർന്ന് നടത്താൻ അനുവദിക്കുകയാണോ വേണ്ടത്? ചർച്ച ചെയ്യും. എല്ലാവരും പറഞ്ഞു പിളർപ്പ് അവസാനിപ്പിക്കണം. എന്തുണ്ട് മാർഗം? ഈ അവസരത്തിൽ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ 2 കൈയും പരത്തി ഉയർത്തിപ്പിടിച്ച് ബഹുമാനപ്പെട്ടവരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇവിടുന്ന് ഒരു തീരുമാനം പറയുക, അത് ഞങ്ങൾ അംഗീകരിക്കാം. ഇവിടുന്ന് ഒരു തീരുമാനം പറയുക, അത് ഞങ്ങൾ അംഗീകരിക്കാം. ആ യോഗത്തിൽ സംബന്ധിച്ച് എല്ലാവരും അത് തന്നെ പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്തിനാണ് ഈ വയസ്സുകാലത്ത് നിങ്ങൾ എന്നെ വിഷമിപ്പിക്കുന്നത്? ഞാൻ വേണ്ട, നിങ്ങൾ കൂടിച്ചേർന്ന ഒരു തീരുമാനത്തിലെത്തിയാൽ മതി, എനിക്കത് പരിപൂർണ സമ്മതമാണ്. മസ്ലഹത്തിനെതിരെ ഇരിക്കുന്ന ആൾക്കാരെ AP മസ്ലഹത്തിന് എന്നും തയ്യാറാണ്. നടക്കുന്നതൊക്കെ പറയരുത്. മസ്ലഹത്തിന് വേണ്ടി ഞാൻ ശ്രമിച്ചു, പക്ഷേ ഈ കേസ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ വേണ്ട, നിങ്ങൾ കൂടിച്ചേർന്ന ഒരു തീരുമാനത്തിലെത്തുക, എനിക്കത് പരിപൂർണ സമ്മതമാണ്. ഇത് പറഞ്ഞപ്പോ ആരും അത് സമ്മതിച്ചില്ല. അത് പറ്റൂല, അവിടെ നിന്നൊരു തീരുമാനം പറയാം. വീണ്ടും അവിടുന്ന് പറഞ്ഞു, ഞാൻ വേണ്ട, എന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. മാത്രമല്ല, ഞാൻ പറഞ്ഞാൽ എല്ലാവരും സമ്മതിച്ചു എന്നും വരില്ല. ഇത് പറഞ്ഞപ്പോൾ MAF മുസ്ലിയാർ പറഞ്ഞു, എന്താ ഇവിടുന്ന് അങ്ങനെ പറയുന്നത്? ഇവിടുന്ന് പറഞ്ഞാൽ എല്ലാവരും സമ്മതിക്കും, സമ്മതിക്കാത്തവർ പുറത്ത്. MA എന്തുദ്ദേശിച്ച് പറഞ്ഞതാണാവോ? സംഗതി ശരിയായി, പുറത്തുതന്നെ പോയി. ഇത് MA പറഞ്ഞപ്പോ AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, എന്നാ ഇവിടുന്ന് ഒരു തീരുമാനം പറയാനില്ല. ബഹുമാനപ്പെട്ടവർ തീരുമാനം പറയാൻ ബിസ്മില്ലതാരാണ്. എന്നാൽ ഇവിടുന്ന് ഒരു തീരുമാനം പറയുക, ബിസ്മില്ല. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എങ്കിൽ എറണാകുളത്ത് 2 സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അത് രണ്ടും ഉയർത്തി നോക്കുക. ജനുവരി 29-ാം തീയതി എല്ലാവരും ചേർന്ന് അവിടെ ഒരു സുന്നി സമ്മേളനം നടത്തുക. അതിന് നമുക്ക് വിശദമായ പരിപാടി അടുത്ത 19-ാം തീയതി ഇവിടെ വെച്ച് തയ്യാറാക്കാം. അതിന് 2 സമ്മേളനത്തിന്റെയും പ്രതിനിധികളെ ഇങ്ങോട്ട് ക്ഷണിക്കാം. ഇങ്ങനെ തീരുമാനം പറഞ്ഞു. ആ തീരുമാനം എല്ലാവരും അംഗീകരിച്ചു. പിരിഞ്ഞു പോകാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. ആ സമയത്ത് അബൂബക്കർ നിസാമി ഒന്നുകൂടി ചോദിച്ചു, അല്ല, ആ സമ്മേളനത്തിന്റെ പേരെന്താണ്? ബഹുമാനപ്പെട്ടവർ മറുപടി നൽകി, സുന്നി സമ്മേളനം. ശരി, ഏകകണ്ഠമായി അംഗീകരിച്ചു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ചെയ്യും. പിരിഞ്ഞു പോകുമ്പോൾ ബഹുമാനപ്പെട്ടവർ AP-യോട്, അല്ല AP, എന്താ നിങ്ങൾ മിണ്ടാതെ പോണത്? ഏപ്പിന്താ മിണ്ടാതെ പോണത്? കൈ നീട്ടിക്കൊണ്ടാ പറയുന്നു.
എപിക്ക് കൈകൊടുക്കുന്നതാരാ? ശംസുൽ ഉലമ. എന്റെ അഭിപ്രായത്തിൽ ശംസുൽ ഉലമായുടെ ഒരു രോമത്തിന് പോലും എപി തുല്യനല്ല. ആ എപിക്ക് കൈകൊടുക്കുന്നതാരാ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. എന്താണ് ആ കൈയുടെ അർത്ഥം? മഹാനായ ശംസുൽ ഉലമ, വിശാലമനസ്കനായ ശംസുൽ ഉലമ എപിക്ക് കൈ നീട്ടിക്കൊണ്ട് ഹസ്തദാനം നൽകി. എന്താണ് അതിനർത്ഥം? കുറെ കാലമായി നാം അസുഖകരമായ ഒരവസ്ഥയിലാണുള്ളത്. അതെല്ലാം ഇന്നത്തോടുകൂടി അവസാനിച്ചിരിക്കുന്നു. ഇന്ന് മുതൽ നാം ഒന്നാണ്. കഴിഞ്ഞുപോയതൊക്കെ മറക്കുകയും പൊറുക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്നു മുതൽ സുന്നത്ത് ജമാഅത്തിന്റെ അണിഭദ്രമാണ്. ഇതാ സൗഹാർദ്ദത്തിന്റെ അർത്ഥം, സന്തോഷത്തിന്റെ കൈ. അതാണ് ഞാനതിനർത്ഥം കൽപ്പിച്ചത്. അങ്ങനെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ എപി അബൂബക്കർ മുസ്ലിയാർക്ക് ഹസ്തദാനം നൽകി. സൗഹൃദത്തിന്റെ ഹസ്തം, സന്തോഷത്തിന്റെ കൈ. എല്ലാവരും സന്തോഷത്തോടുകൂടി പിരിഞ്ഞുപോയി. 1988 നവംബർ മാസം 12-ാം തീയതി ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവിൽ ഏകകണ്ഠമായിട്ട് ഈ തീരുമാനമെടുത്തു. ഇത് നിഷേധിക്കാൻ മറുചേരിയിൽ ജീവനുള്ള ആർക്കെങ്കിലും സാധിക്കുമോ? നുണപ്രചരണമല്ലാതെ, കളവ് പറയുകയല്ലാതെ, തെറി പറയുകയല്ലാതെ. ഞങ്ങൾ ഇക്കാര്യം പല സ്റ്റേജുകളിൽ വെച്ചും പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരക്ഷരം പോലും കളവാണെന്ന് സമർത്ഥിക്കാൻ ആ മറുചേരിയിൽ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അവരെ ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് കേരളത്തിലാകമാനം നടന്ന് പ്രസംഗിച്ചു. പക്ഷേ ഞങ്ങൾക്കതിന് കിട്ടിയ മറുപടി തെറിയായിരുന്നു, നുണയായിരുന്നു. അവിടുന്ന് പിരിഞ്ഞു. നവംബർ 19-ാം തീയതി വിശദമായ പരിപാടി തയ്യാറാക്കണം. അതിന് സമസ്ത ഓഫീസിൽ ചെന്നു. നോക്കുമ്പോഴെന്താ അവസ്ഥ? 200-നും 300-നും ഇടയിലുള്ള കുറെ ചെറുപ്പക്കാർ ഓഫീസ് ഗ്രൗണ്ടിൽ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ തോപ്പത്താളുകൾ ഓഫീസിന്റെ മുകളിൽ കയറുക, അവിടെ വെച്ച് നമുക്ക് പരിപാടി തയ്യാറാക്കാം. അങ്ങനെ നിശ്ചയിച്ച ആളുകൾ മുകളിൽ കയറി. കഴിഞ്ഞ യോഗ തീരുമാനം പറഞ്ഞു. എറണാകുളത്ത് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള 2 സമ്മേളനങ്ങളും നിർത്തിവെച്ച് എല്ലാവരും യോജിച്ച് ജനുവരി 29-ാം തീയതി അവിടെ ഒരു സുന്നി സമ്മേളനം നടത്തുക. അതാണ് കഴിഞ്ഞ 12-ാം തീയതി എടുത്ത ഏകകണ്ഠമായ തീരുമാനം. അതിന്റെ വിശദമായ പരിപാടി തയ്യാറാക്കാനാണ് ഇന്ന് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞതോടുകൂടി സുന്നി യുവജന സംഘത്തെ പ്രതിനിധീകരിച്ചു വന്ന ആളുകൾ പറഞ്ഞു, ആ തീരുമാനം ഞങ്ങൾക്ക് സമ്മതമല്ല. അങ്ങനെ ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്നാ പിന്നെന്തെങ്കിലും നിവർത്തി? ആ തീരുമാനം നിങ്ങൾക്ക് സമ്മതമല്ല. രണ്ടാമതൊരു തീരുമാനം എടുക്കണമെങ്കിൽ നിങ്ങളുടെ നേതാക്കളോട് കൂടി ആലോചിക്കണം. അതിനവരാരുവിടല്ല. ഏപ്രിൽ 16-ാം തീയതി തന്നെ UAE-യിലേക്ക് പറഞ്ഞിരുന്നു. ഉള്ളാട്ടങ്ങൾ വന്നില്ല, എംഎയും വന്നില്ല. അതുകൊണ്ട് നേതാക്കളോട് കൂടി ആലോചിച്ച് പുതിയൊരു തീരുമാനമെടുക്കാനും നിർവാഹമില്ല. അതുകൊണ്ട് നിങ്ങൾ പോകുക, ഇഷ്ടം പോലെ പ്രവർത്തിക്കുക. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. സുന്നി യുവജന സംഘക്കാർ താഴെ ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് കേൾക്കാനും കാണാനും കഴിഞ്ഞത് ശബ്ദകോലാഹലം. കുറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, എന്തൊക്കെയോ പറഞ്ഞ് വെച്ചു വെക്കുന്നു. കുറെ ആളുകൾ ഓഫീസിന്റെ മുകളിലേക്ക് തള്ളിക്കയറുന്നു. പക്ഷേ തള്ളിക്കയറുന്നവരെ മുകളിലുള്ളവർ തടഞ്ഞു നിർത്തി താഴോട്ട് തന്നെ തിരിച്ചയക്കുന്നു. എന്താ താഴെ നടക്കുന്നത് ഞങ്ങൾ അന്വേഷിച്ചു. അതെന്താ നടക്കുന്നത്? കുറെ ആളുകൾ ബഹളം വെക്കുകയാണ്. ദുഃഖിഡിപ്പോ മാനേജറുടെ റൂമിൽ ബഹുമാനപ്പെട്ടവരുടെ പേരക്കുട്ടി ബാവ ഇരിക്കുന്നത്. ആ കുട്ടിയാണ് അദ്ദേഹത്തിന്റെ കാറ് ഡ്രൈവ് ചെയ്യാറ്. ആ മാനേജറുടെ റൂമിലേക്ക് തള്ളിക്കയറി ആ കുട്ടിയെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് തള്ളുന്നു. നിനക്കെന്താ അവിടെ ഇരിക്കാനുള്ള അവകാശം? ബഹുമാനപ്പെട്ടവരെ തെറി പറയുന്നു. നമ്മുടെ നാവുകൊണ്ട് പറയാൻ പറ്റാത്ത പദങ്ങൾ പ്രയോഗിച്ചുകൊണ്ടുവരുന്നു. ഒരു തീപ്പെട്ടിക്കോല് പുരട്ടിക്കൊടുക്കി. എന്തിന്? വിദ്യാഭ്യാസ ബോർഡിന്റെ ആയിരക്കണക്കിൽ പാഠപുസ്തകങ്ങൾ എത്തിവെച്ച കെട്ടി കത്തട്ടെ ചിലർ പറയും. ചിലരെന്ന് പറയുന്നു
ഞങ്ങൾ അരിവാൾ സുന്നികൾ തന്നെയാണ്, അരിവാളിന്റെ മൂർത്തുണ്ടോ എന്ന് ഇപ്പൊ കാണിച്ചതാണ്. ഇങ്ങനെ ബഹളത്തോട് ബഹളം. എവിടെ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കേന്ദ്ര ഓഫീസിൽ. ഇത് തുടരുകയാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നമുക്കിവിടുന്ന് പോകണം. ഇവരുടെ ബഹളം തീർന്നിട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആരെങ്കിലും ചെന്ന് പോലീസിനോട് വിവരം പറയും. പ്രവർത്തകന്മാർ പോലീസിന്റെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞു. പോലീസ് വന്നു. പോലീസ് വരുന്നു കണ്ടപ്പോ ഇവരെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങും. മെയിൻ റോഡിലേക്ക് കിടക്കുന്ന ഗേറ്റിൽ അവിടെ തടിച്ചു പിടിക്കണം.